ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. നമ്മുടെ ഒരു ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് റേസിംഗ് മാസ്റ്ററിൻ്റെ ഒരു ന്യൂ അപ്ഡേറ്റ് ആണ്. ആക്ച്വലി ഇത് വന്നിട്ട് കുറേ നാളായി. എനിക്ക് കുറച്ച് തിരക്കൊക്കെ കാരണമാണ് വീഡിയോ ഇത്തിരി വൈകിയത്. ഇത് അറ്റാക്ക് ഓൺ ടൈറ്റൻസുമായിട്ട് ഇവർ ലേറ്റസ്റ്റ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തു. പിന്നെ ഇന്ന് തന്നെ ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ കാരണം എക്സ്പോ എടുത്ത് നോക്കുകയാണെങ്കിൽ കാർ ആക്ച്വലി മാറിയിട്ടുണ്ട്. നേരത്തെ മാക്ലാരൻ P8 ആയിരുന്നു, ഇപ്പോൾ അത് മാറി. ഇപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് 19 ആക്കി ആസ്റ്റൺ മാർട്ടിൻ വാലഹല്ല. സോ നമുക്ക് കിട്ടാൻ ഞാനത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇത് വാലഹല്ല ഒന്ന് അടിക്കാം. ആസ്റ്റൺ മാർട്ടിൻ ലിമിറ്റഡ് സീരീസ് ഇടാം. ആക്ച്വലി ഇതാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. കാറിലൊന്നും വലിയ മാറ്റമൊന്നും വന്നില്ല. കാറിലൊന്നും ഞാൻ കരുതി ഇപ്പോൾ ഈ വട്ടമെങ്കിലും ഒരു കോണിക്സെഗിനെ തിരിച്ചു കൊണ്ടുവരുമൊന്നുമില്ല. കോണിക്സെഗ് വരാൻ ചാൻസ് ഇല്ല. ഐ തിങ്ക് ഇവർ കോണിക്സെഗ് 1 ഗിയർ RS എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ മതി. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതാണ് കോണിക്സെഗാണ്. എനിക്കൊന്ന് കോണിക്സെഗിൻ്റെ 1 ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോഴ്സ് നോക്കിയപ്പോൾ റെഗേറയ്ക്കൊക്കെ ഇതുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ആക്ച്വലി കോസ്റ്റ്യൂമിനാണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തത് അറ്റാക്ക് ഓൺ ടൈറ്റൻ. അല്ലാതെ കാറിൻ്റെ ഒരു ഡിസൈനോ അല്ലെങ്കിൽ ലിവറിയോ അത് വന്നിട്ടുണ്ട്. അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ഒരു ലിവറി മോഡലൊക്കെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും ഒന്ന് ആസ്റ്റൺ മാർട്ടിനെ ഒന്ന് അടിക്കാം, ടെസ്റ്റ് അടിക്കാം. സർക്യൂട്ട് മിനി ഷിക്കാഗോ. അയ്യോ അടിപൊളി. ഷിക്കാഗോ സർക്യൂട്ടാണ്, നമുക്ക് ഒട്ടും ചേരാത്തൊരു സർക്യൂട്ടാണ്. എല്ലാവരും മാക്സിമം ഹെഡ്ഫോണിൽ തന്നെ കാണാൻ ശ്രമിക്കും. ഓക്കെ, കൊള്ളാം. തേപ്പ് തുടങ്ങി. ഇന്റീരിയർ വ്യൂ ഒന്നും അത്ര കുഴപ്പമില്ല. ഐ തിങ്ക് നൈസായിട്ടുണ്ട്. എന്തോ കോണിക്സൊക്കെ വരാത്തതിൻ്റെ ഒരു ഇത് എനിക്ക് നല്ലോണം ഉണ്ട്. അതാണ് ഇപ്പൊ കുഴപ്പമില്ല. വാലഹല്ല ഒബ്വിയസ്ലി വൺ ഓഫ് ദ കോൺസെപ്റ്റ് 19 ആസ്റ്റൺ മാർട്ടിനിലെ കിടിലും ഇതാണ് അവർ കൊണ്ടുവന്നത്. ഐ തിങ്ക് ടേൺ എടുക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആണെന്ന് തോന്നുന്നു. നല്ല ഗ്രേറ്റർ സ്റ്റെബിലിറ്റി, നല്ല ഗ്രിപ്പ് കിട്ടുന്ന പോലെ കാറിന്. ലാസ്റ്റ് ലാപ്പാണ്. അത് ഇത്തിരി പണിയാണ്, നേരത്തെ എടുത്തില്ല. ഈ ഷിക്കാഗോ സർക്യൂട്ട് നമുക്ക് ഒട്ടും ചേരാത്തൊരു സർക്യൂട്ടാണ് തന്നേക്കുന്നത്. റെഡ് റിങ്ങോ എല്ലാം തന്നാൽ മതിയായിരുന്നു. കാരണം ഈ കാർ ടെസ്റ്റ് ചെയ്യാൻ ബെറ്റർ അതാണ്. ടോപ്പ് സ്പീഡ് നോക്കുവാണെങ്കിൽ 230 240 വരെ കയറുന്നുണ്ട് കാറ്. ഇതിപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാത്ത നോർമൽ ബേസ് വെർഷനാണ്. RPM ലോ ആയിട്ടുള്ള ഒരു ബേസ് വെർഷനാണ് അവർ തരുന്നത്. കാരണം ഇത് എൻ്റെ ഓൺ കാറല്ല, ഇത് നമ്മൾ റെൻറ്റിനെടുത്ത് ഓടിക്കുകയാണ്. മറ്റേ ലിമിറ്റഡ് സീരീസ് ഇതിൻ്റെ റെൻറ്റിൽ വന്ന കാറാണ്. നമുക്കത് ഡ്രോ കറക്കി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്തൊരു വീഡിയോ തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ പോസിബിലിറ്റി വളരെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു വട്ടം കൂടെ പോയി നോക്കാം. ഡിസൈൻ വൈസ് ഐ തിങ്ക് ഒരു രക്ഷയില്ലാത്ത നല്ലൊരു കാർ തന്നെ കൊണ്ടുവന്നത്. പിന്നെ വേറൊരു കാറും കൂടെ അവർ കൊണ്ടുവന്നു. അത് നമുക്ക് അവിടെ പോയി ടെസ്റ്റ് അടിക്കാം, കാണിച്ചു തരാം. അത് ആൽഫ റോമിയോ 4C സ്പോർട്സ്. ഓക്കെ, നമുക്ക് അതൊന്ന് പോയി ടെസ്റ്റ് അടിക്കാം. 4C സ്പൈഡർ ആണ് ആൽഫ റോമിയോ. സോ ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ECU ഹൈയസ്റ്റ് ഉള്ള ECU നോക്കാം. മറ്റേത് അങ്ങനെയാണെങ്കിൽ ഹൈയസ്റ്റ് ECU വെച്ചിട്ട് നമുക്ക് ഒരു ടെസ്റ്റ് കൂടെ അടിക്കാം നമ്മുടെ വാലഹല്ല ആസ്റ്റൺ മാർട്ടിൻ. ഐ തിങ്ക് ഒരു കിടിലം നല്ല ടോപ്പ് കയറുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. കുറച്ചുകൂടെ ഒരു നല്ലൊരു കാർ ഇതിൽ ഈ കാറ്റഗറിയിൽ സ്പോർട്സിൽ കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാറാണ് ബെറ്റർ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ജാഗ്വാറാണ്, നല്ല ബെറ്ററാണ്. ECU ഉണ്ടല്ലേ, ECU ഇത്ര ആയിട്ട് പോലും ഇത് ടോപ്പ്
കഷ്ടമാണല്ലോ ഇവിടെ. ഇന്റീരിയർ ഒരു നല്ല നൈസ്, എന്ത് ഡീറ്റെയിൽ ആണ് ഗെയിമിന്. നമ്മുടെ റേസിംഗ് മാസ്റ്ററിനെ ലൈക്ക് സമ്മതിക്കേണ്ട കുറച്ച് കാര്യമാണ്. ഒരു ഇന്റീരിയർ എന്ത് കിടിലോട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഈവൻ നീഡ് ഫോർ സ്പീഡിന്റെ അത് ഇന്റീരിയർ ഇല്ല. ഇന്റീരിയർ ക്യാമറ ഇല്ല. ഇന്റീരിയർ ഇത്ര ഡീറ്റെയിൽ ചെയ്ത് വേറൊരു ഗെയിം ഉണ്ടോ ഇല്ല എന്ന് തന്നെ പറയാം. ഇല്ല നമ്മുടെ പ്ലേ സ്റ്റോറിൽ അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു കിടില മാർക്കറ്റ് ടൈപ്പ് ഗെയിമാണ് റേസിംഗ് മാസ്റ്റർ. ഗ്ലോബൽ റിലീസിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. എന്താ അറിഞ്ഞൂടാ, നെറ്റീസ് ഗെയിംസ് ടൈം പിടിക്കുന്നുണ്ട്. ഇത് പിന്നെ കുറച്ച് കൂടുതൽ ഈ ഹാൻഡ് ബ്രേക്കിന്റെ കളിയാണ് ബ്രേക്കിനേക്കാളും. ഓക്കെ, നമ്മള് കേറി സെറ്റ്. ഇത് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അത്ര വലിയ ഗംഭീരം കാറൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ഐ തിങ്ക് ബെറ്റർ ആണ്. കിട്ടിയ നൈസാണ്. ഉള്ളതുകൊണ്ട് ഓണം പോലെയാണ് ഇപ്പം ഓടിക്കുന്നത്. Audi R7 ആണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ മാക്സിമം ഈസിയിൽ നമുക്ക് ടെസ്റ്റ് അടിക്കാം. അല്ല എക്സ്ട്രീം മാക്സിമം ഓൾറെഡി നമ്മൾ നോക്കാം. ഇത് ടെസ്റ്റ് ഡ്രൈവ് ആണ്. ആസ്റ്റൺ മാർട്ടിൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ കരുതി നല്ല റിവ്യൂ പോലെ ഉദ്ദേശിക്കുന്നത്. ഇവന്മാർക്ക് ഈ ബാഴ്സലോണ സർക്യൂട്ട് മാത്രമേ ഉള്ളൂ. ഇതിലൊക്കെ എങ്ങനെയാണ് ഹൈ എൻഡ് ടെസ്റ്റ് ചെയ്യുക? ഇത്ര ടേൺസ് തിക്ക് ടേൺസ് വരുന്ന സർക്യൂട്ടിൽ പോയി ഹൈ എൻഡ് ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് ലോജിക്ക് മനസ്സിലാവുന്നില്ല. റേസിംഗ് മാസ്റ്റർ സർക്യൂട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ ഇതിന്റെ ഇന്റീരിയർ ആണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. നല്ല ഇതിൻ്റെമായിട്ട് കൈ നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ല എനിക്കൊന്ന് കഴിഞ്ഞതി വന്ന മെക്ലാരൻ പിയേക്കാൾ ഇത് ഫാർ ബെറ്റർ ആണ്. വേറെ ഒരു സംശയമില്ല. ഇത് സുഖമായിട്ട് ഒരു 270 ഒക്കെ കയറും. 270 ആരും എക്സ്പെക്റ്റഡ് ടോപ്പ് സ്പീഡ്. ഇതിപ്പോൾ ട്രാക്ക് ഇങ്ങനെ ഉണ്ട്. ഇത് അത്യാവശ്യം ടേൺസ് വരുന്നുണ്ട് ഈ ട്രാക്കിൽ. ബാഴ്സലോണ സർക്യൂട്ടാണ്. ഇതാണിപ്പോൾ നമ്മുടെ നിലവിലുള്ള കാറ്. 1825 ഒക്കെ പ്രൊജക്റ്റഡ് RP കാണിക്കുന്നത്. അല്ല കോൺസെപ്റ്റ് 19. ഓക്കെ, എന്തായാലും നമുക്കിത് കിട്ടുമോ നമ്മൾ നോക്കാം. ഞാനിത് കുറച്ചും കൂടെ കറക്കി എടുക്കാനുള്ള പ്ലാനിലിരിക്കുകയാണ്. നോക്കാം ഗൈസ്, അല്ലേ? ലിമിറ്റഡ് മാസ്റ്റർ സീരീസ് എല്ലാം ഒന്നോടെ കളിക്കാം. ഇതിനൊരു കിടിലം സർക്യൂട്ട്, നമ്മുടെ റെഡ് ബുൾ റിംഗ് അങ്ങനെ എന്തെങ്കിലും റിംഗ് സർക്യൂട്ട് കിട്ടിയാൽ ബെറ്റർ ആയിരുന്നു തന്നെ, അല്ലേ? അറ്റാക്ക് ഓൺ ടൈറ്റൻ ലെവേ. ഈ ക്യാരക്ടേഴ്സ് കൂടുതലുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇത് ചെയ്തെടുക്കണം. ഒരു ബാറ്റിൽ പാസ് പോലെ ഒരു സംഭവം ഉണ്ട്. അതിന് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യുന്ന ഇത്തിരി ഡിഫിക്കൽട്ടാണ് ഇവിടുന്ന്. അതാണ് എൻ്റെ ഒരു ഇഷ്യൂ. ഓൾറൈറ്റ്, സർക്യൂട്ട്. അടിപൊളി. ഇനിയിപ്പോൾ ഷിക്കാഗോയുടെ നെഞ്ചത്തോട്ടാ കിട്ടിലോൺ സ്റ്റാർട്ടാണ്. നമുക്ക് ഒരു പിഞ്ച് ഡിഫറൻസിൽ താല്പര്യമില്ലാത്തൊരു സർക്യൂട്ടാണ് ഈ ഷിക്കാഗോ. ഇവർ അത് തന്നെ അങ്ങ് തന്നോണ്ടിരിക്കുകയാണ്. അതായാലും വലിയ കോമഡി. Truly unparalleled.
Find the best moment to pull the handbrake. Don't miss it. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. കുഴപ്പമില്ല, അത്യാവശ്യം ഓട്ടിക്കത് വെച്ച്. ഈ സർക്യൂട്ട് നമുക്ക് ചേരാത്തൊരു സർക്യൂട്ട് ഇവർ രണ്ട് ഇതിലും തന്നെ. ഓക്കെ, ഇനി ഒന്ന് നോക്കി നോക്കട്ടെ. ഈ സർക്യൂട്ട് ഇപ്പോൾ ഷിക്കാഗോ തന്നെയാണെന്ന് തോന്നുന്നു കിടക്കുന്നതായിരിക്കാം. ബാലൻസ്ഡ് ട്യൂണിങ്ങിലേക്ക് പോകാതിരിക്കും. നല്ല ട്യൂൺ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ പോവാം. എനിക്കറിയാൻ വയ്യാത്ത അതല്ല, ഇത് ഇവർ ഈ സർക്യൂട്ട് റാൻഡം ആയിട്ടുള്ള സെലക്ഷൻ അല്ലെന്നാ തോന്നുന്നു. ഇത് ഒരു സർക്യൂട്ട് ഇങ്ങനെ ടൈം അനുസരിച്ച് മാറുമായിരിക്കും. ഓ, ടോക്കിയോ ബോട്ടം ഓഫ്. ഇത് പിന്നെയും കുഴപ്പമില്ല. ഇല്ല ഇല്ല, എനിക്കിന്ന് 2 സർക്യൂട്ട് വെച്ചിട്ടുള്ളതായിരിക്കും. പിന്നെ കുഴപ്പമില്ല, നോക്കാം. Push forward. We're gonna win this. ഇത് അഗ്രസീവ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ്. Hold firm. Maintain our advantage. നല്ലോണം യു ടേൺ എടുത്തു പോയി. Keep the momentum going. കിട്ടില്ല കേട്ടോ, ഇത് കിട്ടില്ല റേസ്. ലാസ്റ്റ് ഗെയിം ഒരു രക്ഷയില്ല, കിട്ടില്ലായിരുന്നു. നൈസ്, നല്ല ടൈറ്റ് റേസ് ആയിരുന്നു. ഓക്കെ, സെറ്റ്. ഓൾറൈറ്റ് ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ റേസിംഗ് മാസ്റ്ററിൻ്റെ വീഡിയോ. ഓൾറൈറ്റ്, ഓക്കെ, എന്നാൽ ശരി, ബൈ.